നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്. ഇന്ന് ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ ചിക്കു വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന്. കേട്ടപാട് ഞങ്ങൾ മൂന്നാളും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചുമേരെ വാവേനൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അവൾ എവിടെ പോയാലും ഇവരും ഉണ്ടാവും കൂടെ. എന്നോട് ഫോട്ടോ എടുത്തുകൊണ്ട് അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി പോസ് ചെയ്യാണ്. ഫ്രണ്ടിൽ ഇതാ ഏട്ടനും ചിക്കു ഇരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ചധികം ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചുമേനെ മാനേജ് ചെയ്യാനും അതേപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ എളുപ്പം കുറച്ചുകൂടെ ബാക്കിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ എവിടേക്കാണ് പോണേന്നൊക്കെ വഴിയേ പറയാം. നമ്മൾ ആദ്യമായിട്ടല്ല ഈ ഒരു സ്പോട്ടിലേക്ക് പോണത്. നമ്മൾ എല്ലാ വർഷവും പോകാറുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്പെഷ്യലാണ്. ഇച്ചുമേൻ്റായിട്ട് നമ്മൾ അവൾക്ക് അറിവായിട്ട് പോണത് ഈ ഒരു വർഷമാണ് കേട്ടോ. ഇവനാണെങ്കിൽ കാറിൽ തമ്മിൽ ഒന്നും സംസാരിക്കുന്നില്ല. എനിക്ക് വല്ലാണ്ട് ബോറടിക്കുന്നുണ്ട് കേട്ടോ. ഇവർ പാട്ടൊക്കെ വെച്ചിട്ട് ആ ഒരു മൂഡിലാണേ പോണത്. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ആൾ പണി തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക കേട്ടോ. ഇതാ ഈ ഒരു അമ്പലം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആരൊക്കെ വന്നിട്ടുണ്ടെന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ വയനാട്ടിലെ പൊൻകുഴി അമ്പലമാണ്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. നമ്മളെ മുത്തയ്ക്കൻ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേ ഉള്ള അമ്പലമാണ്. നമ്മളിതാ കാറിൽ ഭയങ്കര ചിൽ മൂഡിലൊക്കെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ളൊരു ചെക്ക് പോസ്റ്റാണിത്, മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കേട്ടോ. നമ്മൾ ഈ പോണ വഴി ഇതുപോലെ ചെറിയ ആൾക്കാരെയും കാണാം, പിന്നെ വലിയ ആൾക്കാരെയും കാണാം. ഇതാ പിന്നെ നമ്മൾ ഫൈനലായിട്ടുള്ള നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഭയങ്കരമായിട്ട് ബ്യൂട്ടി ആയിട്ടുള്ളൊരു വഴി കൂടിയാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് പോവുക. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ളവർക്കും പറ്റിയൊരു റോഡാണ് കേട്ടോ. ഏകദേശം നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമൊക്കെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ, അതുകൊണ്ട് തിരക്കില്ലാത്തൊരു സ്ഥലമൊക്കെ നോക്കി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ വ്ളോഗ് തുടങ്ങിയപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് മനസ്സിലായിട്ടുള്ളവർ കംപ്ലയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നിട്ടുള്ളത് ഗുണ്ടിൽപേട്ടാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും. ദാ ഓണമൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഓണമായിക്കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട് എവിടെ നോക്കിയാലും പൂക്കളായിരിക്കും കേട്ടോ. ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവരിതുപോലെ കൃഷി ചെയ്തിട്ടാണല്ലോ അല്ലേ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധനങ്ങളൊക്കെ എത്തുന്നത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് പോയിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇനിയിപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾ ആരെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ലൈഫിൽ വന്നിരിക്കുക, എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ഫ്രണ്ടിനെ കണ്ടു ഗൈസ്. കുറേ നാളായി സ്കൂൾ ലൈഫ് കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ഒരുപാട് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് കിടക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ കുറേ നേരം പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഫ്രണ്ടിലുള്ള വണ്ടികളൊക്കെ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ അപ്പോഴത്തേക്കും രണ്ടാളും ബാക്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ കണ്ണടയൊക്കെ. ഇത്രയും നേരം വെച്ചുമ്പോൾ മൂഡ് ഓഫ് ആയിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരി പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒരു മൂഡൊക്കെയാണ്. നമ്മൾ എപ്പോഴൊന്നും ലൈഫിൽ ഇങ്ങനെ ട്രിപ്പൊന്നും പോകില്ലല്ലോ, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് നമ്മൾ വരുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തിരിച്ച് പോകാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മഴയത്താണെങ്കിലും കാറിൽ ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. നമുക്കതൊക്കെ ഇഷ്ടമാണ്. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. സാധാരണ നമ്മൾ എല്ലാ വർഷവും വരുമ്പോൾ വാങ്ങാറില്ലാണ്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മാങ്ങയും അതേപോലെ തന്നെ പപ്പായൊക്കെ കണ്ടപ്പോൾ. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതൊന്നുമല്ല, എന്നാൽ പോലും പുറത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങി കഴിക്കാനും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്താണെന്നൊക്കെ നോക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് കുറച്ചൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ നേരെ തിരിച്ചിട്ടുണ്ട്. വരുമ്പോൾ ഒരു ക്ലൈമറ്റും പോകുമ്പോൾ ഒരു ക്ലൈമറ്റും അല്ലേ. നമ്മളിതാ വരുമ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പോകുമ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Bye.